ഒരു പ്രകൃതി ദുരന്തത്തിന്റെ വക്കിലാണ്. കാലവർഷം അതിന്റെ മുഴുവൻ ശക്തിയിലും സംഹാര രൂപത്തിലും തിരിച്ചെത്തിയിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പുകൾ നൽകുന്നത്. അതീവ ജാഗ്രത, റെഡ് അലർട്ട്, ഓറഞ്ച് അലർട്ട്, യെല്ലോ അലർട്ട്, ഈ വാക്കുകൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് അതീവ ഗൗരവകരമായ സാഹചര്യമാണ്. സംസ്ഥാനത്തെ ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തേണ്ട സമയമാണിത്. ഓരോ വ്യക്തിയും, ഓരോ കുടുംബവും, ഓരോ സമൂഹവും ഈ മുന്നറിയിപ്പുകളെ ഗൗരവത്തോടെ എടുക്കുകയും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. റെഡ് അലർട്ട് എന്നത് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ 20 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ നദികളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരാനും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകാനും ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയേറെയാണ്. 2018 പ്രളയത്തിൽ നമ്മൾ കണ്ട ദുരന്ത കാഴ്ചകൾ ഈ മുന്നറിയിപ്പിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടങ്ങളും അതീവ ജാഗ്രതയിലാണ്. ഈ 3 ജില്ലകളും കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കാരണം പ്രകൃതി ദുരന്തങ്ങൾക്ക് കൂടുതൽ സാധ്യതയുള്ള പ്രദേശങ്ങളാണ്. ഇടുക്കി ഒരു മലയോര ജില്ലയാണ്. ഇവിടെ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യത വളരെ കൂടുതലാണ്. എറണാകുളം, തൃശൂർ ജില്ലകൾ താഴ്ന്ന പ്രദേശങ്ങളും ജനസാന്ദ്രതയേറിയ സ്ഥലങ്ങളും ഉൾക്കൊള്ളുന്നവയാണ്. നഗരപ്രദേശങ്ങളിലെ വെള്ളക്കെട്ടും ഗതാഗത തടസ്സങ്ങളും ഇവിടെ പതിവാകാൻ സാധ്യതയുണ്ട്. തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭവും രൂക്ഷമായേക്കാം. ഈ അതിതീവ്ര മഴയ്ക്ക് പിന്നിൽ നിരവധി കാലാവസ്ഥാ ഘടകങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ രൂപം കൊണ്ട ഈ തീവ്ര ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിലൂടെ പടിഞ്ഞാറൻ ദിശയിലേക്ക് സഞ്ചരിച്ച് നിലവിൽ ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് അതിർത്തി പ്രദേശങ്ങളായി സ്ഥിതി ചെയ്യുന്നു. ഇത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ആകെ മഴമേഘങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. ഗുജറാത്ത് മുതൽ വടക്കൻ കേരളം വരെയുള്ള ന്യൂനമർദ്ദ പാത്തി അറബിക്കടലിൽ നിന്നും ഈർപ്പമുള്ള കാറ്റിനെ കേരളത്തിലേക്ക് എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇത് കാലവർഷക്കാറ്റിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നുണ്ട്. നിലവിൽ കേരള തീരത്ത് മണിക്കൂറിൽ 80 കിലോമീറ്റർ വരെ വേഗതയിൽ കാലവർഷക്കാറ്റ് വീശുന്നുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഇത്രയും ശക്തമായ കാറ്റ് കടൽക്ഷോഭത്തിനും തീരപ്രദേശങ്ങളിൽ നാശനഷ്ടങ്ങൾക്കും കാരണമാകും. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. കേരളത്തിൽ അടുത്തിടെ അനുഭവപ്പെട്ട ഉയർന്ന താപനിലയും അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവും മഴമേഘങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് കാരണമാകുന്നുണ്ട്. ഈ ഘടകങ്ങളുടെ എല്ലാം സംയോജിത ഫലമാണ് കേരളത്തിൽ നിലവിൽ അനുഭവിക്കുന്നതും വരാനിരിക്കുന്നതുമായ അതിതീവ്ര മഴ. റെഡ് അലർട്ട് ഇല്ലാത്ത ജില്ലകളിലും ജാഗ്രത കുറയ്ക്കാൻ പാടില്ല. പത്തനംതിട്ട, കോട്ടയം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 6 സെന്റിമീറ്റർ മുതൽ 20 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിലാണ് ഓറഞ്ച് അലർട്ട് നൽകുന്നത്. ഈ ജില്ലകളിലും ശക്തമായ മഴയും കാറ്റുമുണ്ടാകാൻ സാധ്യതയുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ സാധ്യതയും തള്ളിക്കളയാനാവില്ല. ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. 6 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിലാണ് യെല്ലോ അലർട്ട്. താരതമ്യേന മഴയുടെ തീവ്രത കുറവാണെങ്കിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇവിടങ്ങളിലും ശ്രദ്ധ വേണം. പ്രത്യേകിച്ചും നഗരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടാനും ഗതാഗത തടസ്സങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. മഴയോടൊപ്പം കാറ്റിന്റെ ഭീഷണിയും നിലവിലുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് പ്രകാരം നാളെയും മറ്റന്നാളും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. ജൂലൈ 28, 29 തീയതികളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ഇത്രയും വേഗതയിലുള്ള കാറ്റ് മരങ്ങൾ കടപുഴകി വീഴുന്നതിനും വൈദ്യുതി ലൈനുകൾ പൊട്ടുന്നതിനും സാധ്യതയുണ്ട്. ഇത് വൈദ്യുതി തടസ്സങ്ങൾക്കും റോഡ് ഗതാഗതത്തെ ബാധിക്കുന്നതിനും കാരണമായേക്കാം. ദുർബലമായ കെട്ടിടങ്ങളും താൽക്കാലിക ഷെഡുകളും ശക്തിയുള്ള കാറ്റിൽ തകരാനും സാധ്യതയുണ്ട്. കടൽക്ഷോഭം രൂക്ഷമായതിനാൽ മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കടലിൽ പോകരുത്. ചെറിയ ബോട്ടുകളും വള്ളങ്ങളും ഉപയോഗിക്കുന്നവർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. മുന്നറിയിപ്പുകളിൽ എടുത്തു പറയുന്ന ഒരു പ്രധാന കാര്യമാണ് രാത്രികാലങ്ങളിൽ പ്രത്യേക ജാഗ്രത പാലിക്കണം എന്നത്. രാത്രിയിൽ മഴയുടെയും കാറ്റിന്റെയും തീവ്രത തിരിച്ചറിയാനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അതിനാൽ രാത്രിയിൽ യാത്രകൾ പരമാവധി ഒഴിവാക്കുക. മലയോര മേഖലകളിൽ താമസിക്കുന്നവർ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാൻ തയ്യാറാകണം. വൈദ്യുതി തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ മൊബൈൽ ഫോണുകൾ ചാർജ് ചെയ്യാനും ടോർച്ചുകളും മെഴുകുതിരികളും കരുതാനും ശ്രദ്ധിക്കുക. ഈ സാഹചര്യത്തിൽ ഓരോ പൗരനും അധികൃതരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക. ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടാൽ മടി കൂടാതെ മാറാൻ തയ്യാറാകുക. ഔദ്യോഗിക വാർത്താ ചാനലുകളിലൂടെയും പത്രങ്ങളിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും വരുന്ന അറിയിപ്പുകൾ ശ്രദ്ധിക്കുക. വ്യാജ വാർത്തകളിൽ വിശ്വസിക്കരുത്. അത്യാവശ്യ മരുന്നുകൾ, കുടിവെള്ളം, ഉണങ്ങിയ ഭക്ഷണം, ടോർച്ച്, ബാറ്ററി,
പ്രാഥമിക ചികിത്സാ കിറ്റ് എന്നിവ ഒരുക്കി വെക്കുക. പുഴയോരങ്ങളിലും മലയോരങ്ങളിലും വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിലും താമസിക്കുന്നവർ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കുക. അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക. റോഡുകളിൽ വെള്ളക്കെട്ടുകളും മണ്ണിടിച്ചിലുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും വിവരങ്ങൾ അറിയിക്കുകയും സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. വൈദ്യുതി ലൈനുകൾ പൊട്ടി വീഴാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കുക. വൈദ്യുതിയുമായി ബന്ധപ്പെട്ട തകരാറുകൾ കണ്ടാൽ KSEBയെ അറിയിക്കുക. യാതൊരു കാരണവശാലും മത്സ്യബന്ധനത്തിന് പോകരുത്. നിലവിൽ കടലിലുള്ളവർ എത്രയും പെട്ടെന്ന് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മടങ്ങിയെത്തുക. അതോടൊപ്പം ലഘുവായ പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നതും സഹായകമാവും. ഓരോ പ്രളയവും ഓരോ ദുരന്തവും നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങളുണ്ട്. കേരളം ഒരു പരിസ്ഥിതിലോല പ്രദേശമാണ്. നദികളും മലകളും കടൽ തീരങ്ങളും ചേർന്ന ഈ ഭൂപ്രകൃതിക്ക് പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ അതിൻ്റെതായ പരിമിതികളുണ്ട്. ഈ സാഹചര്യത്തിൽ ശാസ്ത്രീയമായ ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകേണ്ടത് അത്യാവശ്യമാണ്. പരിസ്ഥിതിക്ക് ദോഷകരമല്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകണം. മലയിടിക്കൽ, പുഴ കയ്യേറ്റം തുടങ്ങിയ പ്രവർത്തികൾ കർശനമായി തടയണം. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങൾ കൃത്യമായി കണ്ടെത്തുകയും അവിടെ താമസിക്കുന്നവരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും വേണം. പുഴകളിലെ സ്വാഭാവിക ഒഴുക്ക് ഉറപ്പാക്കുകയും മാലിന്യം നീക്കം ചെയ്യുകയും വേണം. ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കണം. അതോടൊപ്പം ബോധവൽക്കരണ പരിപാടികൾ കൂടുതൽ ശക്തമാക്കണം. ഇതൊരു മുന്നറിയിപ്പ് മാത്രമാണ്, പരിഭ്രാന്തരാകേണ്ടതില്ല. എന്നാൽ അതീവ ജാഗ്രതയോടെയും ഉത്തരവാദിത്തത്തോടെയും സാഹചര്യത്തെ നേരിടേണ്ടത് അത്യാവശ്യമാണ്. ഓരോ ജീവനും വിലപ്പെട്ടതാണ്. ഒരുമിച്ച് നിന്ന് പരസ്പരം സഹായിച്ച് ഈ വെല്ലുവിളിയെയും നമുക്ക് അതിജീവിക്കാം. ഈ സാഹചര്യത്തിൽ നിങ്ങളെടുക്കുന്ന ഓരോ കരുതലും നിങ്ങളുടെയും നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെയും ജീവൻ രക്ഷിക്കാൻ സഹായിക്കും. എല്ലാവരും സുരക്ഷിതരായിരിക്കുക.